ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡേഷൻസോടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഫസ്റ്റ് റെക്കമെൻഡേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. കാര്യം നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ഒരു ന്യൂ ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള രണ്ട് ഷെയർസ് HDFC ബാങ്കും റിലയൻസും ആണ്. അപ്പോൾ റിലയൻസ് നല്ലൊരു മൊമെന്റം കാണിക്കുന്നുണ്ട്. റിലയൻസിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് അവരുടെ കമ്പനിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ്, ജിയോ ടെലികോം, പിന്നെ റീറ്റെയിൽ. റിലയൻസ് റീറ്റെയിൽ മൂന്നായിട്ട് ഡീമർജ് ചെയ്യുന്നതാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ. അപ്പം നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ളത് ഈ ജിയോ ടെലികമ്മ്യൂണിക്കേഷൻ ജിയോ ആണ്, റിലയൻസ് ജിയോ ആണ്. അതിന്റെ ടോക്കൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. കമ്പനിയുടെ നിന്ന് എപ്പോൾ ചെയ്യുന്നു എന്താണോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ മാർക്കറ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലയൻസ് ജിയോ IPO വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് എപ്പോഴും ആ ഒരു പോസിറ്റീവ് ഫാക്ടർ ഉള്ളതുകൊണ്ട് അത് എപ്പോഴും നല്ലൊരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പുതിയ ഹൈയിൽ പോകുന്നെങ്കിൽ റിലയൻസ് എപ്പോഴും നല്ല പെർഫോം ചെയ്യണം. റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത് ഇനിയുള്ള കാലങ്ങൾ. അപ്പം ലാർജ് ക്യാപ്പിൽ കുറച്ച് സേഫ് ആയിട്ടുള്ള ബെറ്റാണ് റിലയൻസ്. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ നമുക്കെല്ലാം അറിയാം, അവരുടെ ചാർജസ് ഒക്കെ കൂട്ടിക്കിട്ടുണ്ട്. അപ്പോൾ റിലയൻസ് ജിയോ നല്ല പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. റിലയൻസിന്റെ ഒരു പാർട്ടായ റിലയൻസ് ജിയോ നല്ല പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ട്. ഇനി റീറ്റെയിൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ഒരു ഫ്ലറിഷായി വരേണ്ടത്. ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. നല്ലൊരു ഡീസന്റ് റിട്ടേൺ വരും കാലങ്ങളിൽ കിട്ടുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. നമുക്ക് നോക്കുകയാണെങ്കിൽ PSU തീമും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് തീമും അതുപോലെ പവർ സെക്ടറും നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ഫിനാൻസ് കമ്പനിയായ PFC, ഇവരുടെ താഴെയാണ് REC വരുന്നത്. REC ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് PFC. അപ്പം ഒരു നല്ല കമ്പനിയാണ് PFC. കമ്പാരിറ്റീവ്ലി അതർ നമുക്ക് ഫിനാൻഷ്യൽ കമ്പനി, ഇൻഫ്രാസ്ട്രക്ചർ അതുപോലത്തെ ഫിനാൻഷ്യൽ കമ്പനി നോക്കുമ്പോൾ ഡീസന്റ് വാല്യൂഷൻ ആണ്. പിന്നെ നല്ല ഡിവിഡൻഡും തരും. കാരണം പൊതുവെ PSU കമ്പനീസ് ഒക്കെ നല്ല ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. കാരണം ഗവൺമെന്റ് എപ്പോഴും ഫണ്ട് ആവശ്യമുള്ളതുകൊണ്ട് PSU കമ്പനീസ് എപ്പോഴും നല്ല ഡിവിഡൻഡ് പേയിങ് ആണ്. ഒരു ഡിവിഡൻഡ് ഈൽഡായിട്ട് മേടിക്കാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു PSU പവർ സെക്ടർ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഈ ലെവലിൽ PFC മേടിക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മാർസൺ ഫാർമയാണ്. അപ്പൊ അവര് ഈയിടയ്ക്ക് താവോ എന്ന് പറഞ്ഞ ഒരു ഇസ്രയേലി കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഗോവയിലുള്ളത് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിൽ, കാനഡയിലും ജപ്പാനിലൊക്കെ അവർക്ക് എക്സ്പോർട്ടിങ് ചെയ്യാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു റവന്യൂ സ്ട്രീമും പ്രോഫിറ്റ് ഒക്കെ വരുന്ന ഇയറിലായിരിക്കും. അപ്പൊ അത് മാനുഫാക്ചറിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് വരും. അപ്പൊ അതിന്റെ റേറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ ഒരു ദിവസം ഒരു 10-12% കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വരും കാലങ്ങളിൽ റിസൾട്ട് ബെറ്റർ ആകുമ്പോൾ റേറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിനു മുമ്പ് തന്നെ നമുക്ക് സ്റ്റോക്കിൽ റാലി കാണാൻ പറ്റും. ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ അഗ്രികൾച്ചർ തീമിൽ ഇപ്പൊ നമുക്കറിയാം ജൂണിൽ പൊതുവെ മൺസൂൺ കുറച്ച് വീക്കായിരുന്നു. ജൂലൈയോടെ മൺസൂൺ പിക്കായി കഴിഞ്ഞ് ഇപ്പൊ നോർമൽ ആയി കഴിഞ്ഞ്. അപ്പൊ ആദ്യം IMD ആയാലും സ്കൈമെറ്റ് എന്നുള്ള ഏജൻസി ആയാലും പ്രെഡിക്റ്റ് ചെയ്ത് എബോവ് നോർമൽ മൺസൂൺ ആയിരിക്കും. ജൂലൈ ഓഗസ്റ്റിൽ ഒക്കെ മൺസൂൺ കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മൺസൂൺ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അഗ്രികൾച്ചർ തീമും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെ ബഡ്ജറ്റ് വരുമ്പോഴും ജനറലി ഒരു അഗ്രികൾച്ചർ ഓറിയന്റഡ് എന്തെങ്കിലുമൊക്കെ സബ്സിഡിന്നോ സോപ്സ് എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ഈ സമയത്ത് കുറച്ച് പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ആണ് അഗ്രികൾച്ചർ തീം. അപ്പോൾ അതിൽ നമുക്ക് ഇൻസെക്ടിസൈഡ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ് രണ്ടും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഒരു ഡീസന്റ് വാല്യൂഷൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു റാലി കാണും, പിന്നെ കുറെ കാലം കൺസോൾട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ കുറച്ചു കാലം കൺസോൾട്ടേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ 2000 എബോവ് ഒക്കെ പോയിട്ട് അതിപ്പം ഇറങ്ങി ഏകദേശം 1000 ആ ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പം ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. നല്ലൊരു ഡീസന്റ് റിട്ടേൺ കിട്ടുന്നതാണ്. പിന്നെ അതാണ് സെന്റം ഇലക്ട്രോണിക്സ് മുമ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു സബ്സിഡറി കമ്പനി കുറച്ച് ലോസ് കാണിച്ചുകൊണ്ട് അതിന്റെ ഓവറോൾ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു. ഇതും അത് കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഇതൊരു അബൌവ് 2000 ഒക്കെ പോയിട്ട് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 1600 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്കറിയാം ഡിഫൻസ്, എയറോസ്പേസ് ഒക്കെ ഉള്ള എല്ലാം നല്ല വാല്യൂഷനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പെർഫോമൻസ് കുറച്ച് മോശമായതുകൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ വരുന്ന ക്വാർട്ടറിൽ റിസൾട്ട് ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു പഴയ ലെവലിൽ പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലിൽ മേടിക്കുക. കാരണം ഈ ഡിഫൻസ് എയറോസ്പേസ് സെക്ടറിൽ ഡീസന്റ് വാല്യൂഷൻ ഷെയർ കിട്ടാൻ നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ് സെന്റം ഇലക്ട്രോണിക്സ്. ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ മാസം നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. 2 ഷെയർ നമ്മൾ സെൻസാറും ഫെഡറൽ ബാങ്കും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫെഡറൽ ബാങ്ക് നല്ല ബൈയിങ് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒക്കെ കയറുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പകുതിയൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഒരു വരുന്നുണ്ട്. ഒരു ഗാർവാര ടെക്നിക്കൽ അത് ഫൈബേഴ്സ് മാത്രമാണ് കുറച്ച് നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പോസിറ്റീവിലാണ്.
ഓവറോൾ നമുക്ക് 5.18 റിട്ടേൺ കിട്ടിട്ടു. ഇൻ ലൈൻ വിത്ത് ദ മാർക്കറ്റ് 5.2 ആണ് നിഫ്റ്റി കൊടുത്തത് ഒരു മാസം. അതിൽ ആ ഇൻ ലൈൻ വിത്ത് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ NFOയുടെ കാലമാണ്. കാര്യം മ്യൂച്വൽ ഫണ്ട് ഡേറ്റ സാർ കറക്റ്റ് പറയും, ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്, NFO വഴി നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടാണ്. മൾട്ടി ക്യാപ് ഫണ്ട് ആകുമ്പോൾ മിനിമം 25% ലാർജിലും 25% മിഡിലും സ്മോളിലും 3 കാറ്റഗറിയിലും മിനിമം 25 വേണം. അപ്പോൾ ബാക്കിയുള്ള 25 അവർക്ക് എവിടെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഷെയർസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ഇവര് ലോഞ്ച് ചെയ്ത് NFO ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. 22 വരെ ഡേറ്റ് ഉണ്ട്. ജൂലൈ 22 വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.